കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതിരാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദൈവം നീക്കമുള്ളെന്ന് പറയാൻ ദൈവം നമ്മയെല്ലാം ഇടയാക്കട്ടെ. നമ്മുടെ താഴ്ച നമ്മെ ഓർത്ത, നമ്മുടെ വൈരിയുടെ കയ്യിൽ നമ്മെ വിടുവിച്ച സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവനും അവിടുത്തെ ദൈവം നീക്കമുള്ളതെന്ന് പറയാൻ നമുക്കിടയാവണം. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ നടുവിലുണ്ടെന്ന് അരുളി ചെയ്ത ദൈവം നമ്മുടെ നടുവിലുണ്ട്. കൈവിടാത്ത ദൈവം, കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ദൈവം, ക്രമീകരിക്കേണ്ട വിഷയത്തെ ക്രമീകരിക്കുന്നവൻ, കാര്യവും വ്യവഹാരവും നടത്തുന്നവൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയത്. ഈ എളിയവൻ നിലവിളിച്ച യഹോവ കേട്ടു, സകല കഷ്ടങ്ങൾ നമുക്ക് വെച്ചു. ദേശങ്ങളിൽ ദാവീദ് പറയുകയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ച് അറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പൊ രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് അനുഭവം പറയുന്നത്, യഹോവ നല്ലവൻ എന്ന് രുചിച്ച് അറിവീൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും ഈ ദൈവം നല്ലവനെന്ന് രുചിച്ചറിയാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പറ, ഈ ദൈവം നല്ലവനാണ്. സഹോദരങ്ങളെ, നമ്മൾ സേവിക്കാൻ ഇറങ്ങിയ കാലഘട്ടം മുതൽ ഒന്ന് തിരിഞ്ഞു നോക്കി, അവിടുന്ന് നല്ലവനെന്ന് രുചിച്ചറിയാൻ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളും, തിരകളാഞ്ഞടിച്ചപ്പോഴും, തകർന്നു പോകുമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോഴും, തിരിച്ചു വന്നിടത്തേക്ക് വരുമെന്ന് പരിഹസിച്ചവർ നടുവിലും നമ്മുടെ ദൈവം നല്ലവനെന്ന്, നമ്മുടെ വലങ്കയിൽ പിടിച്ചവൻ സർവശക്തനും സർവവ്യാപിയാണെന്നും സകലത്തിന്റെ എല്ലാക്കും കാരണഭൂതനാണെന്നും സകലവും സാധ്യമാക്കുന്നവനും വ്യക്തമായി തിരിച്ചറിഞ്ഞ സമയങ്ങളോർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ഇന്ന് പ്രഭാതത്തിലും നമുക്ക് സമയമെടുക്കാം. ആവർത്തിച്ചു പറ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. 74 സങ്കീർത്തനം അതിന്റെ 12 വാക്യം നമുക്ക് സുപരിതമാണ്. ദൈവം പുരാതനമേ എന്റെ രാജാവാകുന്നു, ഭൂമിയുടെ മധ്യ അവൻ രക്ഷ പ്രവർത്തിക്കും. വളരെ ശക്തമായ ഒരു സങ്കീർത്തനമാണ് ആസാഫിന്റെ. ദൈവമേ, അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞോ, അങ്ങ് സമ്പാദിച്ച സഭ, അങ്ങ് വീണ്ടെടുത്ത ഗോത്രം, അങ്ങ് വസിച്ചിരുന്ന സിയോൻ പർവ്വതം, ഇവിടേക്ക് ശൂന്യത വന്നിരിക്കുന്നു. അങ്ങയുടെ കാലടികൾ നിത്യശൂന്യങ്ങളിലേക്ക് വെക്കണമേ എന്നുള്ള പ്രാർത്ഥന. കാരണം ശത്രു കയറി സകലവും നശിപ്പിച്ചിരിക്കുന്ന ഒരനുഭവം. എല്ലാം നശിപ്പിക്കപ്പെടുമ്പോഴാണ് ഭക്തനായ ആസാഫ് പ്രാർത്ഥിക്കുക, അതിനകത്ത് നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുതേ, നിന്റെ എളിയവരുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. സഹോദരങ്ങളെ, തന്റെ ജനത്തെ ദുഷ്ടശക്തികൾ കേൾപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവമല്ല
നമ്മുടെ ദൈവമെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കണം. ഇവിടെ വചനം പറയുന്നു, ദൈവം പുരാതനമേ എന്റെ രാജാവാണ്. എനിക്കൊരു രാജാവുണ്ട്, സകലത്തെയും നിയന്ത്രിക്കുന്ന രാജാവ്, സകലത്തെയും കൺട്രോൾ ചെയ്യുന്ന രാജാവ്, ഭരിക്കുന്ന രാജാവ്, അധികാരമുള്ളവൻ, അവകാശമുള്ളവൻ. ആ ഒരു രാജാവ് ഇന്നലെയല്ല, പുരാതനമേ അവിടുന്ന് എന്റെ രാജാവാകുന്നു. നമുക്ക് പറയാം, രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ എന്റെ കൂടെയുണ്ട്. അടുത്ത ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഭൂമിയുടെ മധ്യേ അവിടുന്ന് രക്ഷ പ്രവർത്തിക്കുന്നു. ദൈവം ഭൂമിയുടെ മധ്യേ രക്ഷ പ്രവർത്തിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം. ഒന്ന്, ദൈവത്തിന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഭാഗിച്ചു. ഒരു രക്ഷ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു, ദൈവത്തിന്റെ ശക്തി. ആ ശക്തിയുടെ വലിപ്പത്താൽ വഴിമാറത്തില്ലെന്ന് പറഞ്ഞ സമുദ്രത്തെ ദൈവം രണ്ടാക്കി. തകർന്നു പോകുമെന്ന് ചിന്തിച്ച, ആഴി മൂടിക്കളയുമെന്ന് വിചാരിച്ച, ഫറവോന്റെ ശക്തികൾ പിടിച്ചു വന്നിടത്തേക്ക് കൊണ്ടുപോകുമെന്ന് നിലവിളിച്ച ഇസ്രായേൽ ജനത്തിന് ദൈവം ഭൂമിയുടെ മധ്യേ രക്ഷ പ്രവർത്തിച്ച്. എല്ലാവരും അത് അറിഞ്ഞില്ലേ? ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്നും നമ്മളത് പറയുന്നില്ലേ? സ്തോത്രം. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഇടത്ത്, വഴിമാറത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്മേൽ അതിനെ രണ്ട് സൈഡിലേക്ക് മാറ്റാൻ കഴിവുള്ളവനും, അതിന്റെ നടുക്കൂടെ ഉണങ്ങിയ നിലത്തോടെ നടക്കുന്നത് പോലെ ആഴിയുടെ മധ്യത്തിലൂടെ തന്റെ ജനത്തെ നടത്തിയ ദൈവം ഇന്നും ശക്തനാണ്, ഇന്നും സർവശക്തനാണ്, ഇന്നും പ്രവർത്തിക്കുന്നവനാണ്, ഇന്നും വിടുവിക്കുന്നവനാണ്, ഇന്നും രക്ഷ പ്രവർത്തിക്കുന്നവനാണ്, ഇന്നും രക്ഷിക്കുന്ന ദൈവമാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവിടുത്തെ ചെവി മന്ദം ആയിട്ടേയില്ല. ഒന്ന്, രക്ഷ പ്രവർത്തിക്കുന്ന ദൈവം തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ വിഭജിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു. എവിടെ ഞങ്ങൾക്ക് മാംസം? മോശയും ചോദിച്ച ചോദ്യമല്ലേ? അടുത്തൊരു പദ്ധതി നോക്കിയേ, തന്റെ ജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിച്ച പദ്ധതി. സമുദ്രത്തിലെ മത്സ്യത്തെ എത്ര പിടിച്ചു കൂട്ടേണ്ടി വരും, അല്ല എത്ര മാടുകളെ അറക്കേണ്ടി വരുമെന്ന് മോശ ചോദിച്ച ചോദ്യം. ഇവിടെ നോക്കൂ, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തി, ഭൂമിയിലെങ്ങും പ്രസിദ്ധമാകുന്ന ഒരു പ്രവൃത്തി. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാതാന്മാരുടെ തലകളെ തകർത്തുകൊണ്ട് മരുഭൂപ്രയാണത്തിലൂടെ വന്ന തന്റെ ജനത്തിന് കാടപ്പക്ഷിയായി അതിനെ വർഷിപ്പിച്ചു കൊടുത്ത ദൈവിക പദ്ധതികൾ, ദൈവിക രക്ഷ, തന്റെ ജനത്തിനു വേണ്ടി ചെയ്ത ദൈവിക ശ്രേഷ്ഠമായ അത്ഭുതകരമായ പ്രവർത്തികൾ ഓർത്ത് ഇന്ന് പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യണം. ഉടയ്ക്കേണ്ടതിനെ ഉടച്ച്, തകർക്കേണ്ടതിനെ തകർത്തുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മറുപടിയായി വെളിപ്പെടുത്താൻ ദൈവം ഇന്നു പകലും എഴുന്നേറ്റ് വന്നു. ഉറവയും ഒഴുക്കും തുറന്നുവിട്ട ദൈവിക പദ്ധതികൾ, മഹാനദികളെ വറ്റിച്ചു കളഞ്ഞ ദൈവത്തിന്റെ പദ്ധതികൾ ഇന്നും നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരികയാണ്. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. നിന്നെ നിന്ദിക്കുന്നവർ കാണെ നിന്റെ അകത്ത് തന്നെ ചോദ്യങ്ങൾ ഒത്തിരിയുണ്ട്. ഇതെങ്ങനെ സംഭവിക്കും? ഇതിന് സാധ്യതയുണ്ടോ? ഇല്ല, ഇനി നടക്കില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഭൂമിയുടെ മധ്യേ രക്ഷിക്കുന്ന ഒരു ദൈവം, പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ഭൂമിയുടെ മധ്യേ രക്ഷ പ്രവർത്തിക്കുന്ന ദൈവം.
നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എല്ലാവരും കാണുക, ദൈവത്തിന്റെ വീര്യമുള്ള ഭുജം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പകൽ വെളിപ്പെട്ടിരിക്കുക. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യൂ. ദൈവമഹത്വം ഇറങ്ങുക. അന്ധകാര മണ്ഡലങ്ങൾ തകരുക. ദൈവാശ്രയമുള്ളവർ തകരത്തില്ല, അവർ എഴുന്നേൽക്കാൻ പോകുക. ദൈവം നൽകുന്ന രക്ഷ കണ്ടുകൊള്ളാൻ ഇന്ന് പകൽ സ്ഥിരമായി നിന്ന് ദൈവം നൽകുന്ന രക്ഷ കാണാൻ ദൈവം നിങ്ങളെ ഇടയാക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വരുന്നു. യേശുവിന്റെ നാമത്തിൽ അന്ധകാര മണ്ഡലങ്ങൾ തകരുന്നു. യേശുവിന്റെ നാമത്തിൽ തിരുമഹത്വം ഇറങ്ങുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിക്കായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, നമ്മുടെ ദൈവം വിടുതലിന്റെ ദൈവം, നമ്മുടെ ദൈവം രക്ഷ പ്രവർത്തിക്കുന്ന ദൈവം, ഉടയ്ക്കേണ്ടതിനെ ഉടച്ച് നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്നും വെളിപ്പെടും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൻ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.